ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു, സേഫാണോ, എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം? അതൊക്കെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ട് ഇടാം കേട്ടോ. നല്ല പനിയും ഞാൻ പറഞ്ഞിരുന്നു, ജലദോഷമൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഏകദേശം എല്ലാം മാറിക്കൊണ്ട് വരികയാണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോയാലോ? യെസ്, വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം, വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയറും കൂടി ചെയ്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബ്ലൗസ് കട്ടിങ്ങിൻ്റെ ഡയഗ്രാം കാര്യങ്ങളൊക്കെ ഞാനിന്ന് കാണിക്കാം. വളരെ ഈസിയിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇതുവരെ ഇതുപോലെയുള്ളൊരു ക്ലാസ് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. നിങ്ങൾ ക്യാഷ് കൊടുത്തു കഴിഞ്ഞാലൊന്നും ഇങ്ങനെയുള്ള ക്ലാസ്സൊന്നും കിട്ടത്തില്ല കേട്ടോ. കാരണം ഞാനൊരു ക്ലാസ്സിൽ പോയി പഠിച്ച ആളാണ്, അതുകൊണ്ടാണ് ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ബ്ലൗസ് കട്ടിംഗ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു മെഷറിംഗ് ടാപ്പ് വേണം, ഒരു പെൻസില്, സ്കെയില്, പിന്നെ അതുപോലെ ഞാൻ ഇന്ന് ഡയഗ്രാം വരച്ചാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈസിയിൽ മനസ്സിലാക്കാൻ പറ്റും, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഒരു ബ്ലൗസ് ഉണ്ടെങ്കിൽ നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിൽ വേറെ ബ്ലൗസൊന്നും ഇല്ല, ഇതൊരു 10 വർഷം മുമ്പത്തെ ബ്ലൗസാണ്. എവിടെന്നോ ഭാഗ്യത്തിന് കിട്ടി. ഞാൻ തപ്പിയപ്പോൾ കിട്ടിയതാണ്. കാരണം ഞാനിവിടെ നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ സാരി അങ്ങനെ യൂസ് ചെയ്യില്ല, ഞാൻ പൊതുവേ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഗൗണാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുക. പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് തപ്പിപ്പിടിച്ച് എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലോട്ട് പോയാലോ? യെസ്, അപ്പോൾ ഇതൊരു ബ്ലൗസ്. നമുക്ക് ഒരു ബ്ലൗസ് ചെയ്യണമെങ്കിൽ 1 മീറ്റർ ഹാഫ് സ്ലീവ് ആണെങ്കിൽ 1 മീറ്റർ തുണി മതി. അതല്ലാതെ 3/4 സ്ലീവ് ആണെങ്കിൽ ഒരു 1.5 മീറ്റർ തുണി നമുക്ക് വേണം. ഓക്കെ, മീറ്റർ എന്താണെന്നും സെൻറ്റിമീറ്റർ എന്താണെന്നും എല്ലാം ഞാൻ ഓൾറെഡി മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് മുമ്പത്തെ വീഡിയോ ഒക്കെ കാണണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് നിങ്ങൾ താഴെ സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ എല്ലാം അപ്ലോഡഡ് ആണ്. പിന്നെ പ്ലേലിസ്റ്റിൽ അങ്ങ് പോയി കഴിഞ്ഞാൽ എല്ലാം കിട്ടും കേട്ടോ, ഓർഡറിലങ്ങ് കിട്ടും. അതങ്ങ് പോയി കാണുക. ക്ലാസ് 1 മുതലേ കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു ബ്ലൗസാണ്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പറയാം എന്തൊക്കെയാണെന്നുള്ളത്. ഇതിപ്പോൾ സ്ലീവാണ്, ആം ഹോളാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ മുമ്പ് സൽവാർ ടോപ്പിൻ്റെ ഒക്കെ ചെയ്യുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ ബ്ലൗസിൽ കുറച്ച് കാര്യങ്ങൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. എന്താണെന്നറിയോ? ഇത് ടക്കാണ്. 1 2 3 4 ടക്കാണ് ഈ ഒരു ബ്ലൗസിൽ കിടക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഒരു റൗണ്ട് പോലെ നമുക്ക് ഇങ്ങനെ ബ്ലൗസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിൽ അങ്ങ് കിട്ടും. അപ്പോൾ ഇത് ടക്കാണ്. ഇതിനെയാണ് പറയുന്നത് ടക്ക് എന്ന്. അപ്പം ഞാൻ ആരോ കമൻറ്റ് ചെയ്തു ഇതിനെ ടക്കല്ല പറയുന്നത്, വേറെ എന്തോ ഒരു പേരാണ്. അപ്പോൾ ഏകദേശം എല്ലാ ടൈലേഴ്സും പറയുന്ന ടക്കാണ്. അപ്പം ഞാനും അത് തന്നെയാണ് പറഞ്ഞത്, അല്ലാതെ സ്പെഷ്യലായിട്ടൊരു പുതിയ പേര് കണ്ടെത്തി പറഞ്ഞതല്ല. ഓക്കെ, നെഗറ്റീവ് പറയുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വീഡിയോ കാണാം, അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവാം. ഞാൻ നിങ്ങളെ കാണാൻ നിർബന്ധിക്കൊന്നുമില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കാണാം, അത്രേ ഉള്ളൂ. ഇതൊരു അഹങ്കാരമൊന്നുമല്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് കേൾക്കുമ്പോൾ ദേഷ്യം വരും. കാരണം നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഇതല്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെന്തിനാ അവർ അങ്ങനെയൊക്കെ അറിയുന്ന ആൾക്കാരാണെങ്കിൽ പിന്നെ നമ്മുടെ വീഡിയോ കാണേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. പിന്നെ നല്ല ആൾക്കാർ എത്രയോ പേരുണ്ട്, എല്ലാവരോടും ഞാൻ താങ്ക്സ് അറിയിക്കുകയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന്. പിന്നെ വേറൊരു കാര്യം കൂടി ബ്ലൗസിനകത്ത് വരുന്നുണ്ട്. ഈ ഒരു സംഭവം ഇതെന്താണെന്നറിയോ? ഇതിൻ്റെ പേരാണ് ഫാഷൻ പട്ടി. ഇതിനെയാണ് പറയുന്നത് ഫാഷൻ പട്ടി. ഓക്കെ, കണ്ടല്ലോ. ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ വളരെ ടഫായിട്ട് തോന്നാം, പക്ഷെ ബ്ലൗസ് വളരെ ഈസിയാണ്. പിന്നെ ബ്ലൗസിൻ്റെ നെക്ക് വരുന്നത് കുറച്ച് നമുക്കിപ്പോൾ ടോപ്പിൻ്റെതിനേക്കാളൊക്കെ കുറച്ച് വീതിയും നീളവും ഒക്കെ കൂടുതലായിരിക്കും. വീതി ഓക്കെ ആയിരിക്കും, ലെങ്ത്ത് കുറച്ച് കൂടുതലായിരിക്കും. കണ്ടല്ലോ, ഇതിൻ്റെ ഇപ്പം ലെങ്ത്ത് കുറച്ച് കൂടുതലാണ്. പിന്നെ ചില ആൾക്കാരുടെ ബാക്കിൽ നല്ല ലെങ്ത്ത് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇതൊക്കെ ആകുമ്പോൾ ഈ ഒരു രീതിയിൽ ബ്ലൗസ് വരില്ല. കാരണം നമ്മൾ അങ്ങനെ പുറം അങ്ങനെ കാണിച്ച് ബ്ലൗസ് ഇടത്തില്ല. ചില ആൾക്കാരിടും, ചില ആൾക്കാർ ഇടത്തില്ല. അപ്പം നമുക്ക് അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞില്ല, ഇതിൽ സ്പെഷ്യലായിട്ട് വരുന്നത് ടക്ക്, ഫാഷൻ പട്ടി, ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ സ്ലീവ് അറിയാമല്ലോ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്ലീവിന് നീളം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സ്ലീവ് ഈ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഡയഗ്രാം വരച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരാം. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ടക്കൊക്കെ കാണുമ്പോൾ ടഫായിട്ട് തോന്നാം. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസിയാണ് കേട്ടോ, വലിയ പണിയൊന്നുമില്ല. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഞാൻ ഇതിൻ്റെ കൂടെ ഇനി വരുന്ന ഇപ്പോഴല്ല, ഇനി അടുത്തുള്ള ക്ലാസ്സുകളിലൊക്കെ ഞാൻ നോക്കട്ടെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും
അതേപോലെ എല്ലാം കൂടി എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു തിരക്കിനിടയിൽ തന്നെ അതും കൂടി ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം കേട്ടോ. കുറച്ച് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ വ്ലോഗിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ല കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം കൂടി അങ്ങ് ചെയ്യാൻ പറ്റില്ല, അതാണ് പ്രശ്നം. ഇപ്പം നമ്മൾ തുണി എടുക്കുമ്പോൾ ഞാൻ മുമ്പൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ സൽവാറിൻ്റെ ടോപ്പൊക്കെ ചെയ്യുമ്പോൾ കാണിച്ചിട്ടുണ്ട്. ഞാൻ പറയാം. തുണി നമ്മളിതാ ഇതുപോലെ, ഇതിപ്പോൾ ഇതൊരു തുണി എന്ന് വിചാരിക്കാം. ആ തുണിയെ രണ്ടായിട്ട് മടക്കുക. പിന്നെ ഡിസൈനൊക്കെ ഉള്ള ബ്ലൗസ് ആണെങ്കിൽ അതിൻ്റേതായ രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി. എന്നിട്ട് ഇതിനെ 4ആയിട്ട് മടക്കാം. അപ്പോൾ തുണി എടുക്കുമ്പോൾ നമ്മൾ 4ആയിട്ട് മടക്കണം. ഇത് ക്ലോസിങ് ഏരിയ ആണ്, ഇത് ഓപ്പൺ ഏരിയ ആണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ ഞാൻ ഒരു കുഞ്ഞു പീസ് പേപ്പറിലാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ആദ്യം 2ആയിട്ടങ്ങ് നീളത്തിൽ മടക്കുക തുണിയെ, പിന്നെ അത് 4ആയിട്ട് മടക്കുക. കണ്ടല്ലോ, ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. തുണി എങ്ങനെയാണ് മടക്കേണ്ടത് എന്നുള്ളത് ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കിയുള്ളത് പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് ഒരു ബ്ലൗസ് എടുക്കുകയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? നമുക്കതിൻ്റെ ഷോൾഡർ അറിഞ്ഞിരിക്കണം അല്ലേ? ഇനി നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തണം. അപ്പോൾ നമ്മുടെ തുണി 4ആയിട്ട് മടക്കി എന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാം. ഷോൾഡർ അടയാളപ്പെടുത്തുന്നത് എങ്ങനെയെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? അപ്പോൾ ഈ ഒരു പോയിൻ്റ്, ഇതിപ്പോൾ 4ആയിട്ട് മടക്കിയ തുണി, അപ്പോൾ ഇവിടെ നിന്നാണ് ഷോൾഡർ നമുക്ക് മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനൊരു 5.5 ഇഞ്ചിൽ ഷോൾഡർ, ഇവിടെ നിന്ന് ഒരു 5.5 ഇഞ്ചിൽ ജസ്റ്റ് ഒന്ന്, ഇതിപ്പോൾ നമുക്ക് പേപ്പർ ആയതുകൊണ്ട് കറക്റ്റ് അളവ് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു 5.5 ഇഞ്ച് നമുക്കിത് ഇവിടെയാണെന്ന് വിചാരിക്കാം. 5.5 ഓക്കെ ഷോൾഡർ. ഇനി ഇവിടെ നിന്ന് നേരെ താഴോട്ട് ആം ഹോൾ എന്താണെന്നൊക്കെ നമ്മുടെ മുമ്പത്തെ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവിടെ നിന്ന് ഈ ഷോൾഡറിൽ നിന്ന് നേരെ താഴോട്ട് നമുക്ക് ആം ഹോൾ ഒരു സെയിം 5.5 ഇഞ്ചിലങ്ങ് എടുക്കുക. ഓക്കെ, ആം ഹോൾ 5.5 സെയിം. പിന്നെ നമുക്കിവിടെ കൈക്കുഴി, ആം ഹോളിൻ്റെ കുഴി, അത് 2 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് 3/4 ഇഞ്ചിലും, 3/4 ഇഞ്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഇഞ്ചിന് താഴെ, ഒരു 3/4 ഇഞ്ചിലും, പിന്നെ ഒന്ന് 1.25 ഇഞ്ചിലുമാണ് ആം ഹോൾ വരുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്നൊരു കേവിൽ വരച്ചു കൊടുക്കാം കേട്ടോ. ആം ഹോൾ വരയ്ക്കുന്നതൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാം പോയിട്ട് കാണുക. ഇത് 1.25 ഇഞ്ചിൻ്റെ ആം ഹോളാണ്. ഇത് നമുക്ക് ബാക്കിൽ വരുന്ന ആ ഒരു ആം ഹോളാണ് കേട്ടോ. ഇത് ഫ്രണ്ട് ആം ഹോള് നമുക്ക് 3/4 ഇഞ്ചാണ്. അതെങ്ങനെ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമുക്കിത് ആം ഹോള് വരയ്ക്കുമ്പോൾ ഇവിടെ നിന്ന് കാണണ്ടല്ലോ, കാണിക്കാം, ഇവിടെ നിന്നേ എടുക്കണം കേട്ടോ. എന്നിട്ട് ഇവിടെ അങ്ങ് ജോയിൻ ആവണം. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ സൽവാർ ടോപ്പിൻ്റെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു സാമ്പിൾ കാണിക്കുകയാണ്. കണ്ടല്ലോ, ഇങ്ങനെയാണ് 2 ആം ഹോളാണ് വരുന്നത്. ഒന്ന് 3/4 ഇഞ്ചിൻ്റെയും ഒന്ന് 1.25-ൻ്റെയും. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് നെക്ക് അടയാളപ്പെടുത്താം. നെക്കാവുമ്പോൾ ബ്ലൗസിൻ്റെ ഇത് നല്ല ഡീപ്പ് വരും. വീതി വരുന്നത് ഒരു 2.5 നമുക്ക് ഇഞ്ച് എടുക്കാം വീതി. നീളം ഒരു 7 ഇഞ്ച് അല്ലെങ്കിൽ 7.5 നമുക്ക് എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ആം ഹോളിനേക്കാളും കുറച്ച് വലുതായിരിക്കും. സ്ക്വയർ വേണമെങ്കിൽ സ്ക്വയർ എടുക്കാം, റൗണ്ട് വേണമെങ്കിൽ റൗണ്ട് എടുക്കാം. റൗണ്ട് ചെയ്യുന്നത് എങ്ങനെയെന്നൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ കാണിക്കാം. ഇതുപോലെ അങ്ങ് ചെറിയൊരു കേവ് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് റൗണ്ട് നെക്ക് കിട്ടും. അതിനനുസരിച്ച് കട്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ചെസ്റ്റ് മെഷർമെൻറ്റ് എടുക്കണം. ചെസ്റ്റ് മെഷർമെൻറ്റ് നമ്മളെങ്ങനെയാണ് എടുക്കുക? ആം ഹോളിൽ നിന്നാണല്ലോ എടുക്കുക അല്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആം ഹോൾ വരുന്നത്. ഇതിൻ്റെ നേരെ സമാനമായിട്ട് നമുക്ക് ഇവിടെ നിന്നാണ് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എടുക്കേണ്ടത്. അപ്പോൾ അത് എങ്ങനെ എടുക്കുന്നതെന്ന് ഞാൻ കാണിക്കാം. ബ്ലൗസ് വെച്ചിട്ട് കാണിക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു ബ്ലൗസാണ്. ഇതിൻ്റെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആം ഹോൾ ടു ഇവിടെ നിന്ന് മറ്റേ ആം ഹോളിൻ്റെ മെഷർമെൻറ്റ് എത്രയാണോ 18
18 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ നേരെ പകുതി എടുക്കാം. നമ്മുടെ ഫുൾ മെഷർമെൻറ്റ് ഇപ്പോൾ 18 + 18 എത്രയായിരിക്കും? അതിൻ്റെ നേരെ 4/1. ഓക്കെ, 18 + 18 എത്രയാ? 16, 36. യെസ്, 36ൻ്റെ 4/1 നമുക്ക് ഇവിടെ വേണ്ടത്, ചെസ്റ്റിൻ്റെത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്യാം കേട്ടോ. 18ൻ്റെ നേരെ ഹാഫ് എത്രയാണ്? ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഇതിൽ തന്നെ ടേപ്പിൽ തന്നെ കാണിക്കാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് തോന്നും. ഇത് 18, ഇതിൻ്റെ നേരെ ഹാഫ്, ഇതിൻ്റെ നേരെ പകുതി 9. ഓക്കെ, 18ൻ്റെ നേരെ പകുതി 9. അപ്പോൾ നമുക്കിവിടെ ചെസ്റ്റിൽ കൊടുക്കേണ്ടത് 9 ഇഞ്ചാണ്. 9 ഇഞ്ച് പ്ലസ് അഡീഷണലായിട്ട് നമുക്കൊരു 3 ഇഞ്ച് കൂടി എക്സ്ട്രാ എടുക്കണം. ഓക്കെ, 9 + 3. കാരണം നമുക്ക് ബ്ലൗസിൽ ടക്ക് വരുന്നുണ്ട്. ടക്ക് ഇതാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് അളവുകൾ അങ്ങനെ പോവും. അപ്പോൾ അതുകൊണ്ടാണ് എക്സ്ട്രാ 3 ഇഞ്ച് കൂടി എടുക്കാൻ പറയുന്നത്. 9 + 3. അപ്പോൾ ഇവിടെയാണ് ചെസ്റ്റ് വരിക കേട്ടോ, ആം ഹോളിൻ്റെ നേരെ താഴെ. 9 + 3 ആണ്. ഇനി അടുത്തത് നമുക്ക് വരുന്നത് വേസ്റ്റാണ്. അപ്പോൾ ഇതിനേക്കാളും കുറച്ച് കുറവെടുത്താൽ മതി. നിങ്ങളുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. എന്നിട്ട് വേസ്റ്റ് റൗണ്ടിന് എത്ര അളവാണോ അതിനനുസരിച്ച് എടുക്കുക. പിന്നെ അത് രണ്ടും ഇതിങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ കണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഒരു ബ്ലൗസിൻ്റെ വേസ്റ്റ് വരെ മാത്രമേ വരുന്നുള്ളൂ. ഹിപ്പ് കാര്യങ്ങളൊന്നുമില്ലല്ലോ, കുഞ്ഞിതല്ലേ. അതങ്ങനെ ചെയ്യാം. പിന്നെ അടുത്തത് നമുക്ക് ഫാഷൻ പട്ടി. ഇതാണ് ഫാഷൻ പട്ടി. ഇതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ പറയാം. ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്ത് നിന്ന് മുകളിലോട്ട് ഒരു 4 ഇഞ്ചിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 4 ഇഞ്ച്. ഓക്കെ, നമുക്കിതിപ്പോൾ പേപ്പറിലായതുകൊണ്ട് ഇങ്ങനെ കാണിക്കാനേ പറ്റുള്ളൂ. നമുക്ക് തുണിയിൽ ചെയ്യുമ്പോൾ കറക്റ്റ് അളവ് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു 2.5 ഇഞ്ചും കൂടി ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 4 2.5 ഇഞ്ചും. ഓക്കെ, എന്നിട്ട് ഇതിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ, ഇതിനെയാണ് പറയുന്നത് ഫാഷൻ പട്ടി, ഈ സംഭവം. ഇനി എന്ത് വേണം നമുക്ക്? ഈ ഫാഷൻ പട്ടിയും ഈ നെക്കും തമ്മിലുള്ള മെഷർമെൻറ്റ് അളന്നതിന് ശേഷം, ഫാഷൻ പട്ടിയും നെക്കും അളന്നതിന് ശേഷം അതിൻ്റെ നേരെ ഹാഫിൽ ഒരു ലൈൻ അങ്ങ് കൊടുക്കുക. ഇതിപ്പോൾ ഈ പേപ്പറിലായതുകൊണ്ട് ഇപ്പോൾ ഇത് 2 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നേരെ ഹാഫ് 1 ഇഞ്ചിൽ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു 2.5 ഒരു ലൈൻ അങ്ങ് കൊടുക്കുക. നമുക്ക് ടക്ക് ചെയ്യാനാണ് കേട്ടോ. ഓക്കെ, ടക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ ഒരു 1/4 ഇഞ്ച്, ഇവിടെ ഒരു 1/4 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതും ഇങ്ങനെ ജോയിൻ ചെയ്യുക. വരയ്ക്കുമ്പോൾ യെസ്, ഇത് ഒരു ടക്കായി. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഒരു ഇഞ്ചിൽ ജസ്റ്റ് ഒരു ഡോട്ട് അങ്ങ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് 1 ഇഞ്ചിലൊരു ഡോട്ടും കൂടി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു ടക്ക് നമുക്കൊന്ന് വേണം. ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇത് കുറച്ച് നീളത്തിലുള്ളതാണ് കേട്ടോ. ഇങ്ങനെ കണ്ടല്ലോ. ഇതും ഒന്നുകിൽ 1/4 ഇഞ്ച് എടുക്കുക, അല്ലെങ്കിൽ 1/2 ഇഞ്ച്. ഇതുപോലെ ഇവിടെ നിന്ന് 1 ഇഞ്ച് എടുത്തു. ഇതൊരു പോയിൻ്റാണ് കേട്ടോ. എന്നിട്ട് ഇവിടെ നിന്ന് 1 ഇഞ്ച്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പോയിന്റിൽ നിന്ന് 1 ഇഞ്ച് താഴേക്കും ഒരു ഡോട്ട് അങ്ങ് കൊടുക്കുക. ഇത് ഫാഷൻ പട്ടി ഇവിടെ നിന്നുള്ള ഒരു ടക്കാണ് കേട്ടോ. ഈ ഒരു ടക്ക് കുറച്ച് ഒരു 3/4 ഇഞ്ച് ഉള്ള ഇവിടത്തേക്ക് ഒരു 3/4 ഇഞ്ചിൽ അങ്ങ് മാർക്ക് ചെയ്യുക. ഈ ഒരു സൈഡും ഇവിടെ നിന്ന് 3/4 ഇഞ്ച്, ഇവിടെ നിന്ന് 3/4 ഇഞ്ച്. ഇത് കുറച്ച് വലിയ ടക്കാണ്, വീതി വലുതാണ്. എന്നിട്ട് ഇത് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, മറ്റേത് നമുക്ക് 1/4 ഇഞ്ചാണ്. 1/4 ഇഞ്ച്
അല്ലെങ്കിൽ അരയിഞ്ച് എടുക്കാം. ഇത് 1/4 ഇഞ്ച്, ഇത് 1/4 ഇഞ്ച്, ഇത് 1/4 ഇഞ്ച്, അല്ലെങ്കിൽ ഇത് അരയിഞ്ച് എടുക്കുക, ഇത് അരയിഞ്ച് എടുക്കുക. ഇത് 1/4 ഇഞ്ച് തന്നെയാണ്. ഇത് 3/4 ഇഞ്ച് കേട്ടോ. ഇത് 3/4 അല്ലെങ്കിൽ 1 ഇഞ്ചും എടുക്കുന്നുണ്ട്. ഇനി അടുത്തത് ഈ ആം ഹോളിൽ നിന്ന് നമുക്കൊരു ടക്ക് വേണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒരു ചരിച്ച് ഇങ്ങനെ വരച്ചാൽ മതി. ഇത് സെയിം 1/4 ഇഞ്ചിലാണ് കേട്ടോ ഈ ഒരു ടക്ക് വരുന്നത്. അത് നിങ്ങൾക്ക് ചെയ്ത് വരുമ്പോൾ മനസ്സിലായിക്കോളും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ടക്ക് വരുന്നത്. മിഡിൽ ഈ ഒരു സ്പേസ് വരും. അപ്പോൾ ബ്ലൗസ് വലിയ പണിയൊന്നുമില്ല. നമുക്ക് തുണിയിൽ ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാ ഈ ഒരു ഭാഗമാണത്, കണ്ടല്ലോ. ഇതൊക്കെ അങ്ങനെ നമുക്കിവിടെ 4 ടക്ക് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ബാക്ക് നെക്കിനാണ്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് തുണിയിൽ ചെയ്യുന്നത് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ബ്ലൗസിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. കണ്ടല്ലോ, ഇതാണ് ഡയഗ്രാം. ഓക്കെ, വളരെ ഈസിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളത്തെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ ക്ലോത്തിൽ ചെയ്യാം. അപ്പോൾ 1 മീറ്റർ അല്ലെങ്കിൽ 1.5 മീറ്റർ തുണി വേണം നമുക്കൊരു ബ്ലൗസ് ചെയ്യാൻ. വളരെ സിമ്പിളായിട്ട് തന്നെ ഞാൻ നിങ്ങളെ കാര്യങ്ങൾ പഠിപ്പിക്കാം. 10 പൈസ പോലും കൊടുക്കാതെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചിട്ട് വരുമാനം കൂടി ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.